വഴി തെറ്റി 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 പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മണിക്കൂറായി. ഹലോ, അപ്പോൾ ഏതാണ്ടൊക്കെ കത്തി കാണുമല്ലോ. ജസ്റ്റ് ഒരു വീക്കെൻഡ് എസ്കേപ്പ് ആണ്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേസ് ഒക്കെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി 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 കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഇതിപ്പോൾ പെരുവണ്ണാമുഴി ഡാം കാണാം എന്നുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് നേരെ നാദാപുരം, കുറ്റ്യാടി, പെരുവണ്ണാമുഴി അങ്ങനെയാണ് പോകുന്നത്. പോകുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ളൊരു യാത്ര. അപ്പോൾ പെരുവണ്ണാമുഴി ഡാം എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുറ്റ്യാടി പുഴയുടെ കുറച്ച് പോഷക നദികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ് പോകുന്ന വഴിയുള്ള സീനറീസ് എന്ന് പറഞ്ഞാൽ. അതൊരു കുറുകെ ഒരു പാലമൊക്കെ ഉണ്ട്, പക്ഷെ അത് ലോക്ക്ഡ് ആണ്, അതിൽ കൂടെ പോകാൻ പറ്റില്ല. ഇനി പൊട്ടി താഴെ വീഴുമോ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല കേട്ടോ. പിന്നെയും കുറെ കൂടെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ഒരു പാലത്തിന് താഴെ ഇതുപോലൊരു നല്ല സീനറി. നല്ല കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഈ ഒരു വീക്കെൻഡ് എസ്കേപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പോയി വരാൻ പറ്റുക, ഒന്ന് ലോങ് ഡ്രൈവ് ചെയ്യുക, ലോങ് ഡ്രൈവ് അല്ല, ഒന്ന് ഡ്രൈവ് ചെയ്യുക, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം, അതുപോലെ റിലാക്സ് ചെയ്യുക, ഇവിടെ മോക്കാണിലും ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെയും കുറേ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴേക്കും ഒരു നല്ല ഭംഗിയുള്ളൊരു ചർച്ച് കണ്ടു, കുറേ പടിക്കെട്ടുകളുമായിട്ട്. അവിടെ ലച്ചു അങ്ങ് വരെ മേളിൽ വരെ കയറി താഴെ ഇറങ്ങി. പാവ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളങ്ങ് എത്തി കേട്ടോ, ഡാമിൻ്റെ അവിടെ തന്നെ എത്തി. ജസ്റ്റ് ഒരു ആർച്ച് പോലെ തുടങ്ങുന്നുണ്ട്, അവിടുന്ന് എൻട്രി പാസ് എടുത്തു. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഒരു പാർക്കാണ്, കുട്ടികൾക്കായിട്ട് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കാണ്. അവിടുന്ന് നേരെ അകത്തേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് വേ ആണ്, അവിടുന്ന് നടന്നു കഴിഞ്ഞാൽ ഡാം കാണാം. അപ്പം ഇതാണ് ഡാം. നല്ല ഡ്രൈ ആണ്, ഷട്ടറൊന്നും ഓപ്പൺ ഒന്നും അല്ല, വെള്ളമൊന്നും പുറത്തേക്കില്ല. പക്ഷെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള അത്രയും ആ ഒരു സീനറീസ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണൂരിന്നോ കോഴിക്കോടെന്നോ ഒക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ, ഒരു ദിവസത്തേക്ക് ഒന്ന് പോയിട്ട് വരാനായിട്ട്, ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാനായിട്ട്, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക, പാർക്ക്, കുട്ടികളുടെ ആ ഒരു ആക്ടിവിറ്റീസ്, നേച്ചർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെരുവണ്ണാമുഴി റിസർവെയറിൻ്റെ ക്രിയേഷൻ ആയിട്ടുള്ളൊരു ഡാം, പിന്നെ ജാനകി ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. അത് പക്ഷെ ഞങ്ങൾ കൂടുതലും കാട്ടിക്കൂടെ തന്നെ വരുത്തായതുകൊണ്ട് അത് കാണണമെന്ന് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോടേക്കാണ്, മിഠായി തെരുവിലേക്കാണ് കേട്ടോ.